മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കുടുംബത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഫൈനാൻസ് ആസ്പെക്റ്റുകളാണ് ചിന്തിച്ചത്. അതിൽ ഒരു കാര്യം നമ്മൾ തെറ്റായിട്ട് പല കാര്യങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നു. അതിലൊരു കാര്യമാണ് പറഞ്ഞത്, മണി ഈസ് ഈവിൾ എന്ന് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞു ദ്രവ്യാഗ്രഹമാണ്, ഡിസയർ ഫോർ ദ മണി, അതാണ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മണി, അതാണ് ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞു. 1 തിമോത്തിയോസ് 6:10. രണ്ടാമത്, ദ റിച്ചസ് ആർ ദ സൈൻസ് ഓഫ് അൺഗോഡ്ലിനെസ് എന്നൊരു ചിന്തയുണ്ട്. ചില പണമുള്ളവർ അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ദൈവീകമല്ല എന്നൊരു ചിന്ത ഉണ്ട്. അതും തെറ്റാണ്. അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ദൈവീകമല്ലാതാവുന്നത്. പക്ഷേ അത് അറിയാതെ തന്നെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് അക്യുമുലേറ്റ് ചെയ്യത്തില്ല. അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം അതിൻ്റെ ഡിസയർ അത്രയ്ക്ക് വലുതാണ്. സാർഷ്യവാക്യം 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. അത് വായിക്കുന്നത് മനസ്സിലാകും, ഒന്നും അധ്വാനിക്കരുത്, നമ്മൾ സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങിയാൽ മതി, ദൈവം സമ്പത്ത് തരും എന്നുള്ളത്. അധ്വാനത്താൽ ഒന്നും കൂട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അതിനകത്ത് എഴുതിയേക്കുന്നത് ഹി ആഡഡ് നോ സോറോ വിത്ത് ഇറ്റ് എന്നാണ്. എന്താണ്? യഹോവയുടെ അനുഗ്രഹം ദൈവം തരികയാണ്, ദൈവമാണ് അനുഗ്രഹം തരുന്നത്, അതിനോട് സോറോ ഒന്നും ആഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അനുഗ്രഹം തരുമ്പോൾ അതൊരു അൺഗോഡ്ലിനെസ്സിൻ്റെ അല്ലെങ്കിൽ ദൈവം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമല്ലത് എന്ന് നമ്മൾ മറന്നു പോകരുത്. മൂന്നാമത് തെറ്റായിട്ടുള്ള ചിന്തയാണ് റിച്ച് പീപ്പിൾ വിൽ നോട്ട് ഗോ ടു ഹെവൻ, പണക്കാരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളത്. ഇതും തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കലാണ്. കാരണം സാൽവേഷൻ ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റിച്ചസ്. പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രക്ഷ വരുന്നത്, രക്ഷയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വാസത്താലുള്ള നീതീകരണം, അതിലാണ് രക്ഷയുള്ളത്. ഈ മർക്കോസിൻ്റെ സുവിശേഷം 10:25 ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം കുഴിയൂടെ കടക്കുന്ന എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. ഇതെടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ ധനവാൻ ധനത്തിൽ സമ്പത്തിൽ ആശ്രയിക്കുന്ന ആളുകൾ ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് പ്രയാസമാണ് എന്നുള്ളതിന് വേണ്ടി യേശുക്രിസ്തു കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് താഴെ പറയുന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്കും കഴിയും എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. ഇവിടെ കാണുന്നത് ഇറ്റ് ഈസ് വാണ്ട്സ് ദ യൂസ് ഓഫ് മണി, അല്ലെങ്കിൽ അത് ഡേഞ്ചേഴ്സ് ഓഫ് മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റി. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയോറിറ്റി മിസ്പ്ലേസ് ചെയ്യുന്നതാണ്. സമ്പത്തിൽ ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്. സമ്പത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സമ്പത്തിൽ ആശ്രയിക്കാനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവരാജ്യവും സമ്പത്തും തമ്മിൽ ഒരു റിലേഷൻ വരുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി ദൈവരാജ്യത്തിനൊക്കെ ഉപരിയായിട്ട് സമ്പത്തിലേക്കായി തീരുമ്പോഴേ ചിലപ്പോൾ ബുദ്ധിമുട്ടായിത്തീരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ഇതുമായിട്ട് ഇപ്പം ഈ ചിന്തിച്ച ചിന്തയായിട്ട് ചേർന്നിട്ടുള്ള ഇഫ് ഐ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി, എനിക്ക് ഒരുപാട് ധനം ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ഫോൾ ഡൗൺ, ഞാൻ വീഴും എന്നുള്ളത്. വീഴാൻ സാധ്യതയുണ്ട്, ഐ മേ ഫോൾ ഡൗൺ, വീഴാൻ സാധ്യതയുണ്ട്, വീഴണമെന്നില്ല. നേരത്തെ പറയും വെൽത്ത് ഈസ് നോട്ട് എ പ്രോബ്ലം, ദ സ്റ്റിവാർഡ്ഷിപ്പ് ഈസ് ദ പ്രോബ്ലം. നമ്മുടെ പണമല്ല പ്രശ്നം, കാര്യവിചാരകത്വമാണ്. ഞാൻ ഒരിക്കലും നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചാണ്, നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കുക, പിന്നെ പ്രശ്നം എന്താ ഉള്ളത്? ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കിട്ടുന്നതെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് ആവശ്യമുള്ളത് ദൈവത്തിൽ നിന്ന് വാങ്ങുക. അന്നേരം എൻ്റെ സമ്പത്ത്, അതാണ് പുതിയ നിയമത്തിലെ സഭയോട് ദൈവം പഠിപ്പിക്കുന്നത്. അല്ലാതെ 10 കൊടുക്കണം എന്നുള്ളതല്ല പഠിപ്പിക്കുന്നത്, ആവശ്യം അനുസരിച്ച് കൊടുക്കുക എന്നുള്ളത്. അന്നേരം എല്ലാം ദൈവത്തിന് കൊടുത്താൽ ആവശ്യം എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിന് കൊടുക്കുക പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അന്നേരം എൻ്റെ സ്വത്തുകൾ എനിക്ക് കിട്ടുന്ന ബാങ്ക് അക്കൗണ്ട് എല്ലാം പള്ളിയുടെ അക്കൗണ്ടിൽ അങ്ങ് ഇടുക എന്നുള്ളത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കിട്ടുന്ന സ്വത്തെല്ലാം നേരെ പാസ്റ്ററുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതല്ല ഉദ്ദേശിച്ചത്. നീഡും ഉണ്ടാവും, സഭയിൽ ആവശ്യങ്ങൾ വരും,
പാവങ്ങളെ സഹായിക്കാനുള്ള ആവശ്യം. അന്നേരം എനിക്ക് അയ്യോ ഒന്നും അല്ല, ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ചെയ്യുക, ഞാൻ 10 കൊടുത്തു ഇനി എൻ്റെ പരിപാടി തീർന്നു എന്നുള്ളതല്ല. അവിടാണ് പ്രയോറിറ്റി വരുന്നത്. ആ പ്രയോറിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്തോടുള്ള താല്പര്യവും ആർത്തിയും നഷ്ടപ്പെടുകയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ വാക്യം 29-ാം വാക്യമാണെന്നോ, കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ 100 ഇരട്ടി ബുദ്ധിമുട്ടോടുകൂടി ഈ ലോകത്തിൽ തരുമെന്നാണ്. അതിന് സമ്പത്ത് തരുമ്പോൾ അതിനോടൊപ്പം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടും ഉണ്ടാവും. ഈ നിത്യജീവൻ നിങ്ങൾക്ക് തരും. അതിന് കർത്താവിന് കൊടുക്കുന്നതിലെ നമ്മൾ വിമുഖത കാണിക്കാതെ ഇരുന്നാൽ, അന്നേരം if I will get a lot of money, I may fall down, I will not fall down. രണ്ടുമുണ്ട്. ഞാൻ വീഴാം, എന്നാൽ ഞാൻ വീഴത്തില്ല എന്ന് തീരുമാനിക്കാൻ ആ സ്റ്റുവാർഡ്ഷിപ്പ് നല്ലതായാൽ നമ്മൾ വീഴത്തില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അക്യുമുലേഷൻ ഉദ്ദേശിച്ച് എൻ്റെ പേഴ്സണൽ ആവശ്യം, എൻ്റെ മക്കളുടെ ആവശ്യം എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴാണ് വീഴാനുള്ള സാധ്യതയുള്ളത്. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന്? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ കൂടെ കാണുമെന്ന്? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. 17-18 വയസ്സ് വരെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മക്കൾ പിന്നെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് മാത്രമല്ല, അവർ പറയും ദൈവം എനിക്ക് ആരോഗ്യം തന്നു, ഞാൻ സമ്പാദിച്ചു, എനിക്കുണ്ടായി, ദൈവം എനിക്ക് എന്നെ കൃപ തന്നു, അപ്പൻ്റെയും അമ്മയുടെയും പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങളൊരു വിൽപ്പത്രം എഴുതി വെച്ച് നിങ്ങൾ മരിച്ചു പോകും. അവർ യൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പനും അമ്മയും സമ്പാദിച്ചതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അവരെന്നെ പഠിപ്പിച്ചു, ഒരു ജോലി കിട്ടി, കാര്യങ്ങൾ ചെയ്തു, കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇപ്പോഴ് എന്താണ്? ദൈവം തരുന്നതൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കപ്പെടുവാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൽത്ത് ഈസ് നോട്ട് എ പ്രോബ്ലം, സ്റ്റുവാർഡ്ഷിപ്പ് ഈസ് ദ പ്രോബ്ലം. അതെപ്പോഴും നമ്മൾ ഓർക്കുക. 5ാമതൊരു ചിന്ത നേരത്തെ പറഞ്ഞാണ്, 1 തിമോത്തിയോസ് 6-8 വാക്യത്തിലെ ഐ നീഡ് ഓൺലി ഫുഡ് ആൻഡ് ക്ലോത്തിങ്, നത്തിങ് ഈസ് മോർ റിക്വയർഡ്. ആ വാക്യം എടുത്തു വെച്ചിട്ട് പറയും, എനിക്ക് ഫുഡും വസ്ത്രവും പാർപ്പിടവും മതി, അത് ദൈവം തന്നിട്ടുണ്ട്, അതിനപ്പുറമായിട്ട് വേണ്ട. എന്നാൽ നമ്മുടെ അപ്പുറമായിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാനിപ്പോൾ അത് ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവം എനിക്കൊരു ദർശനം തന്നു. ദൈവം തന്ന ദർശനം എന്താണ്? നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് മരിക്കുന്നു. അതിനു മുമ്പേ ദൈവം എന്നെ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കി, അവിടെ വർക്ക് ചെയ്യിപ്പിച്ച്, അവിടെയുള്ള ആളുകളുടെ സ്ഥിതികൾ മനസ്സിലാക്കി എന്നെ ട്രെയിൻ ചെയ്തു. ആ ദർശനം എൻ്റെ ഉള്ളിലിട്ടപ്പോൾ എന്താണ് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെ സഹായിക്കണം, അവിടെയുള്ള മിഷൻ വർക്ക് നടക്കണം, അതിന് ദൈവം പ്രവർത്തിച്ചേ പറ്റുള്ളൂ, അതിന് വേറെ ആരുടെയും കൈ നീട്ടിയിട്ട് കാര്യമില്ല, എന്നെ ദൈവം എംപവർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം എംപവർ ചെയ്തു. അത് നടക്കുന്നു. നോർത്ത് ഇന്ത്യ മിഷൻ നടക്കുന്നു. എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാര്യവിചാരത്വം. അതുകൊണ്ടാണ് അത് നടക്കുന്നത്. അതിന് ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എൻ്റെ ദൈവം എന്നിൽ കൂടി റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് ഫോർ ദ പുവർ ആൻഡ് ഫോർ ദ മിഷൻ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ സമ്പത്തും എൻ്റെ സ്വത്തും എൻ്റേതായിട്ട് മാത്രം ചിന്തിച്ചാൽ ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുകയില്ലായിരുന്നു, ഇല്ലാതെയായി പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് പണം എന്ന് പറയുന്ന, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കണം, വെൽത്ത് ഈസ് മെന്റ് ടു ട്രാൻസ്ഫർ ടു ഗോഡ്സ് പീപ്പിൾ ടു യൂസ് ഫോർ ഹിസ് റിസോഴ്സസ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവഹിതം നടത്തുന്നതിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒന്നാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സ്വത്ത്. നമ്മൾ മറന്നുപോകരുത്. ഇത് വലിയൊരു പഠിപ്പിക്കലാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷനോ വ്യക്തികൾക്കോ സഭയ്ക്കോ അത് കൊടുക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വേല നടക്കണം എന്നുള്ളതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 105:37 പ്രത്യേകം നമ്മൾ വായിച്ചറിയാം, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയപ്പോഴേ ദൈവം വേണ്ടതൊക്കെ അവർക്ക് ഡേ 1 തന്നെ പ്രൊവൈഡ് ചെയ്തു. എല്ലാം ഡേ 1 പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ വകയാണെന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്യുകയും അത് ദൈവീക പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയും ചെയ്യണം. അവിടെയാണ് ദൈവം പ്രോഗ്രസീവായിട്ട് നിങ്ങളെ സപ്ലൈ ചെയ്യുകയും നിങ്ങളെ സമൃദ്ധിയായി പണം സംബന്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരികയില്ല ആ ഒരു ചിന്ത നിങ്ങളെ ഭരിച്ചാൽ.
നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് നടക്കും, ഒന്നുപോലും മാറിപ്പോവുകയില്ല. സങ്കീർത്തനം 105:37 ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വാക്യം: അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ മക്കൾ പോയി മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് വെള്ളിയും പൊന്നും എല്ലാം വാങ്ങിച്ച് അവരോടുകൂടി പുറപ്പെടുവിച്ചു. കാരണം ഇത്രയും നാൾ ചെയ്ത ജോലിയുടെ കൂലിയാണ്. എല്ലാം പിടിച്ചു വെച്ചിരുന്ന ഫറവോൻ അതെല്ലാമായിട്ട് പുറപ്പെടുവിച്ച് അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ദൈവം ആ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഡെയിലി മന്ന അത് കൊടുത്തായിട്ടറിയാം. സൂപ്പർ നാച്ചുറലായിട്ടുള്ള പ്രൊവിഷൻസ് ദൈവം കൊടുത്തു. കാടപ്പക്ഷി മന്ന കൊടുത്തു. ഡെയിലി എത്ര ടൺ മന്ന വേണം ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ട്? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ടൺ വേണം? ഇതെല്ലാം ആകാശത്ത് നിന്ന് ദൈവം പൊഴിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ ഗ്ലോറി ക്ലൗഡിലെ വിശുദ്ധമായിട്ടുള്ള മഹത്വപരമായിട്ടുള്ള ആ ദൈവത്തിൻ്റെ പ്രസൻസിലെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള വെൽത്ത് ട്രാൻസ്ഫേഴ്സ് നടന്നതായിട്ട് കാണും. ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജനത്തെ നടത്താനായിട്ട് ആരും അവിടെ ബലഹീനനില്ലായിരുന്നു, ഒരു ബലഹീനരും ഇല്ലായിരുന്നു. അവർ രോഗമില്ലാത്ത അവസ്ഥയിൽ അവരെ നടത്തിയായിട്ട് കാണുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലെ ആ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ പുതിയ നിയമത്തിൽ എത്ര അധികമായിരിക്കും യേശുക്രിസ്തുവിലൂടെ നമ്മൾ നടത്തുക. ഏറ്റവും നല്ലൊരു വാക്യമുണ്ട്, സാദൃശ്യവാക്യം 13:22 ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. ദ വെൽത്ത് ഓഫ് ദ സിന്നർ ഈസ് ലെയ്ഡ് അപ്പോൺ ഫോർ ദ ജസ്റ്റ്. നീതിമാന് വേണ്ടി പാപിയുടെ വെൽത്ത് സംഗ്രഹിക്കപ്പെടുകയാണ്. ദൈവം ഗോഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് അൺറൈച്ചസ് ടു ദ പീപ്പിൾ ഓഫ് ദ ഗ്ലോറി. മഹത്വത്തിൻ്റെ കീഴിലിരിക്കുന്ന, മഹത്വം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം നിങ്ങളിലിരിക്കുക. ഹലോ, ദൈവത്തിൻ്റെ പ്രത്യാശ ആയിട്ടുള്ളത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലാണ് ഇരിക്കുന്നത്. ഈ മഹത്വത്തിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്യാണ്. എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാപിയുടെ സമ്പത്തും നീതിമാന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാണ്. ടുഡേ വെൻ ഐ എം പ്രേയിങ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ഇന്ന് വലിയൊരു ട്രാൻസ്ഫർ നടക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വം ഗ്ലോറിയുടെ കീഴിൽ വലിയൊരു ട്രാൻസ്ഫർ നടക്കുകയാണ്. എന്താണ് ആ സമ്പത്തിൻ്റെ ട്രാൻസ്ഫർ? ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മിഷൻ നടത്തുവാനായിട്ട്, പാവങ്ങളെ സഹായിക്കാനായിട്ട് വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ പറയുക, മേക്ക് ഓൾ മണി യു ക്യാൻ, സേവ് ഓൾ യു ക്യാൻ ആൻഡ് ഗീവ് ഓൾ യു ക്യാൻ. കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും കൊടുക്കുക. എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. ഈ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ആയുസ് ദൈവമാണ് നിനക്ക് തരുന്നത്. ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ബുദ്ധി നിനക്ക് ദൈവമാണ് തരുന്നത്. ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ദൈവമാണ് തരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വകയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ദൈവം ഫാമിലിയുള്ള ഫൈനാൻസിനെ എല്ലാം സെറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നിനക്ക് 5000 രൂപ കൊണ്ടും ജീവിക്കാൻ പറ്റും, 25,000 രൂപ കൊണ്ടും ജീവിക്കാൻ പറ്റും, 1,00,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റും. 1,00,000 രൂപ കിട്ടുന്നവനും 25,000 കൊണ്ട് ജീവിക്കുന്നവനെ പോലെ തന്നെ ജീവിക്കും. അവൻ്റെ സമ്പാദ്യത്തിൽ ധൂർത്തനാവുകയില്ല. സ്തോത്രം. അവൻ്റെ സമ്പാദ്യത്തിൽ ധൂർത്തനാവുകയില്ല. അവനിതെല്ലാം സേവ് ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു വെക്കുകയില്ല. മൂഢനും മൃഗപ്രായനും ഒരുപോലെ മരിക്കുകയും തൻ്റെ ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുകയും ചെയ്യുന്നു. അന്നേരം ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നവർ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. അതുകൊണ്ട് ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളെ ദൈവം നടത്തിക്കോളും. ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കാനല്ല വിചാരിക്കും. ദൈവത്തിന് മിഷന് വേണ്ടി ഷെയർ ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളെ സമൃദ്ധിയായി ദൈവം നടത്തുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഫാമിലിയിലെ ഫൈനാൻസിലെ ബേർഡനായിരിക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ട വിഷയം, എൻ്റേതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതെല്ലാം എൻ്റേതാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെതെല്ലാം എൻ്റേതാണ്. ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ഇറക്കി വിട്ടപ്പോഴേ അവരെ സമൃദ്ധിയോടുകൂടി ഇറക്കി വിട്ടെങ്കിലേ ആ സമൃദ്ധിയോടുകൂടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ കൂടി സകലതും തന്നിരിക്കുകയാണ്, മുഴുവൻ തന്നിരിക്കുകയാണ്. എവറിത്തിങ്. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എവറിത്തിങ് എല്ലാം തന്നിരിക്കുക. അത് തന്നിരിക്കുന്ന കാര്യം ചെറിയ കാര്യമാണെങ്കിൽ നിങ്ങൾ അതെടുത്തുനിന്ന് സ്തോത്രം ചെയ്യുക. അവിടെ ഒരു മിറക്കിൾ വരും. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്, 5 അപ്പവും 2 മീനും
കർത്താവ് എടുത്ത് സ്തോത്രം ചെയ്തു. അത് 5000 പേരെ പോഷിപ്പിക്കാനായിട്ട് ഒരു മിറക്കിൾ വന്നു. ഗീവ് താങ്ക്സ്. 2 രൂപയേ ഉള്ളൂ കർത്താവേ, നാളെ അരി വാങ്ങാനുള്ള പൈസയില്ല. ആ 2 രൂപയുള്ളൂ, 5 രൂപ എൻ്റെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ 10 രൂപ എൻ്റെ കയ്യിലുള്ളൂ, അരി വാങ്ങാനുള്ള പൈസയില്ല. ആ 10 രൂപ എടുത്ത് സ്തോത്രം ചെയ്ത് അത് ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. എന്നിട്ട് ഒരു ഫാസ്റ്റ് ഡിക്ലെയർ ചെയ്യും. നാളെ നമ്മളെ കുടുംബം എല്ലാവരും ഫാസ്റ്റിങ്ങിലിരിക്കുമെന്ന് ഡിക്ലെയർ ചെയ്യും. അറിയാത്ത വഴിയിൽ നിന്ന് ദൈവം നിൻ്റെ അക്കൗണ്ടിൽ പൈസ കൊണ്ടുവരും. ഇത് വെറുതെ വാചകം അടിക്കുന്നൊരു കാര്യമല്ല. ദിസ് ഈസ് ദ എക്സ്പീരിയൻസ്ഡ് വൺ. ഇത് എക്സ്പീരിയൻസ് ചെയ്താണ്. കഴിഞ്ഞ മാസത്തിൽ മിഷന് വേണ്ടി സാലറി കൊടുക്കാനായിട്ട് പാസ്റ്റേഴ്സിന് സാലറി കൊടുക്കാനില്ലായിരുന്നപ്പോഴേ അറിയാത്ത വഴിയിൽ നിന്ന് 47,000 അല്ല, വലിയൊരു എമൗണ്ടാണ് ദൈവം എനിക്ക് കൊണ്ട് തന്ന എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യാണ്. അറിയാത്ത വഴിയിൽ ദൈവം ചെയ്യും. അത് ദൈവം ചെയ്യാനായിട്ട് മതിയായിട്ടുള്ള ദൈവം. അതുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഫാമിലിയിലെ ഫൈനാൻസിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ ഭാരപ്പെടേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് ഭാരപ്പെടുക. ദൈവനാമത്തിലാണോ അവർ ജീവിക്കുക? ഉള്ളത് ദൈവത്തിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുക. ദൈവം ഇന്ന് ജീവിക്കുന്നതിലും ബെറ്ററായിട്ടുള്ള പൊസിഷനിൽ നാളെ നിങ്ങളെ നടത്തും. എല്ലാ കാര്യങ്ങളും നടത്തും. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സേവ് ചെയ്യണം. കഴിവതും കടം വാങ്ങാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം നമുക്ക് സൗഖ്യവും ആരോഗ്യവും തരും. പറ്റുമെങ്കിൽ അത് ചെയ്യുക, വലിയ എമൗണ്ടൊക്കെ പോകാതിരിക്കാൻ. അതുപോലെ കിട്ടിയ ഇൻകത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് ജീവിക്കാനായിട്ട് നോക്കൂ. ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ ദൈവത്തിനൊന്ന് കൊടുക്കൂ. വലിയ മിറക്കിൾസ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വരും. ആടെ ഒരിക്കൽ പോയി കൈ നീട്ടേണ്ടി വരിക. ദാവീദ് പറഞ്ഞാണ്, ബാലസിംഹങ്ങളെ ഇരവിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ ബാലനായിരുന്നു, ഇപ്പോഴും വൃദ്ധനായി തീർന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. യഹോവയെ അന്വേഷിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കൂ. നിങ്ങൾ കാര്യവിചാരത്വം ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ദൈവം സമൃദ്ധിയായി തരും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഇന്നതൊന്ന് വാഴ്ത്തി നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലൊന്ന് കൊടുത്താൽ അവിടെ വലിയൊരു മിറക്കിൾ വരും. ഇല്ലാത്തതിനെ ഓർത്ത് ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ചു കൊടുക്കുക. ദൈവം അവിടെ മിറക്കിൾ തരുന്നതായിട്ട് കാണാം. നാം പലരുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്ലാനിങ് ഏത് രീതിയിലാണെന്ന് നോക്കുക. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ വകയല്ല, ദൈവത്തിൻ്റെ വകയാണ്. അതിനാൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മിഷൻ ആൻഡ് ഹെൽപ്പിംഗ് പുവർ, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും മിഷന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് സമ്പത്തൊരു പാപമല്ല, സമ്പത്ത് കൂടുന്നതും ഒരു പാപമല്ല, സമ്പത്തിൽ ആശ്രയിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. സമ്പത്ത് ഒരിക്കലും ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നടത്തത്തുമില്ല. അതിൻ്റെ കാര്യവിചാരത്വം നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. ഇതാണ് ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇന്ന് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ വയ്യത്തില്ല, ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഒരു വലിയ വെൽത്ത് ട്രാൻസ്ഫർ നിങ്ങളുടെ ജീവിതത്തിൽ തരും. ദൈവത്തിൻ്റെ ആ ഗ്ലോറി ക്ലൗഡിൽ, മഹത്വപരമായിട്ടുള്ള ആ മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് ദൈവം മന്ന പൊഴിച്ചതുപോലെ, ദൈവം കാടപ്പക്ഷിയെ കൊടുത്തതുപോലെ, വേണ്ടായിട്ടുള്ള വസ്ത്രവും വേണ്ടായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തതുപോലെ, ആരും ബലഹീനരില്ലാത്ത പോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. സോ ഒരു സൂപ്പർ നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള വെൽത്ത് ട്രാൻസ്ഫറാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കൂ. ഇത് പുതിയ നിയമത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പഴയ നിയമത്തിലെ കാര്യം അത് അന്ന് നടന്നു. ഇന്ന് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ക്ലൗഡിലല്ല ഇരിക്കുന്നത്. അന്ന് ആ ക്ലൗഡിലായിരുന്നു ഇരുന്നത്. ഇന്ന് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. യേശു ഉണ്ടെങ്കിൽ സകലതുമുണ്ട്. ഈ വലിയ വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ ദിവസങ്ങളെ അത്ഭുതങ്ങൾ ജീവിതങ്ങൾ ചെയ്യും. അതായത് ഫൈനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിളിലിരിക്കുന്ന കുടുംബങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നല്ലോ. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്യുവാനായിട്ട് കുടുംബത്തിൽ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ചില പ്രിയപ്പെട്ടവർ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അറിയാത്ത വഴിയിൽ നിന്നൊരു വെൽത്ത് ട്രാൻസ്ഫർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണവും പാർപ്പിടവും താമസവും ആരോഗ്യവും എല്ലാം ദൈവം കൊടുക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക.
ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള ഘടകങ്ങളായാലും, ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളായാലും, ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയാലും, യേശുവിൻ്റെ നാമത്തിലെ വലിയൊരു ഡെലിവറൻസ് ഇന്ന് അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് കണ്ടവരെല്ലാം അനുഗ്രഹിക്കണം. തുടർമാനമായിട്ട് നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സബ്ജക്റ്റ് 3 എപ്പിസോഡിൽ ഞാൻ ഫൈനാൻസ് ഇൻ ദ ഫാമിലിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ അതെടുത്ത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ പ്രാർത്ഥിക്കുന്നതാണ്. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.